ഇത് ഒരു ഒരു സ്വപ്നമാണെന്ന് കരുതുക. എന്നിട്ട് ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുകയാണ്, പരലോകത്തേക്ക് എഴുന്നേൽക്കുകയാണ്. അവിടെ സമയത്തിന് അവസാനമില്ല, ആരും മരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ലോകം നേരിൽ കാണുമ്പോൾ അവിശ്വാസികൾ പറയാണ്, ഞങ്ങൾ ദുനിയാവിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പം ഭാഗം മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു മരണപ്പെട്ടതിന് ശേഷം പരലോകത്തെത്തുന്ന അവിശ്വാസികളുമായി നടത്തുന്ന ചില സംഭാഷണങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവരോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം അള്ളാഹു ഖുർആനിലൂടെ ഇങ്ങനെ പറയുന്നതായി കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال كم لبثتم في الأرض عدد سنين قالوا لبثنا يوما أو بعض يوم فاسأل العادين. അള്ളാഹു അവരോട് ചോദിക്കാണ്, ഖാല കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, നിങ്ങൾ ഭൂമിയിൽ എത്ര കാലം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്? അപ്പോൾ അവർ പറയുന്ന മറുപടി, ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീൻ, ഞങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗമോ മാത്രമാണ് കഴിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നവർ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ശരിക്കും അവർ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമാണോ ഭൂമിയിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്? അല്ല, നമുക്കറിയാം അവർക്ക് അനുവദിക്കപ്പെട്ട വർഷങ്ങൾ 60 70 അത് കൂടുതലോ കുറവോ ആയിരിക്കാം. പക്ഷേ അവർ ഒരുപാട് വർഷങ്ങൾ ഭൂമിയിൽ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അവർ പരലോകത്ത് നിന്ന് അത്തരത്തിലൊരു സംസാരം നടത്തുന്നത് എന്ന് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്നവരാണ്. ഉറങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള സ്വപ്നം കാണും. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ സ്വപ്നം കാണും. പക്ഷേ ആ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ഒരു വിചാരം അതാണ് ലോകം, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള തരത്തിലായിരിക്കും ഉറക്കത്തിൽ നമ്മുടെ ഒരു ധാരണ. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന മാത്രയിൽ നമുക്ക് ബോധ്യപ്പെടും, അല്ല, അത് ഈ ലോകത്ത്, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്ത് വലിയ അർത്ഥമൊന്നുമില്ലാതെ ഏതാനും നിമിഷങ്ങൾ മാത്രം നടന്ന എന്തൊക്കെയോ ചില ചിത്രങ്ങൾ എന്ന തരത്തിലായിരിക്കും നമ്മളതിനെ വിലയിരുത്തുക. ഇനി ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഒരു സ്വപ്നമാണെന്ന് കരുതുക. എന്നിട്ട് ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുകയാണ്, പരലോകത്തേക്ക് എഴുന്നേൽക്കുകയാണ്. അവിടെ സമയത്തിന് അവസാനമില്ല, ആരും മരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ലോകം നേരിൽ കാണുമ്പോൾ അവിശ്വാസികൾ പറയാണ്, ഞങ്ങൾ ദുനിയാവിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പം ഭാഗം മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത് എന്ന അവിശ്വാസികൾ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ദുന്യാവിന് വേണ്ടിയിട്ട്, ഈ ദുന്യാവ് നേടുന്നതിന് വേണ്ടിയിട്ട് പരലോകം പാടെ നശിപ്പിച്ച് കളഞ്ഞ ഒരാൾ, അയാൾ എത്രമാത്രം ബുദ്ധിശൂന്യനായ ആളായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഈ ദുന്യാവിലെ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടി പരലോകത്തെ വിറ്റ ഒരാൾ, പരലോക ജീവിതം വേണ്ട എന്ന് വെച്ച ഒരാൾ എത്രമാത്രം ബുദ്ധിശൂന്യനായിരിക്കും. വെച്ചാൽ നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടത്, ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് പരലോകത്തോടു കൂടെ വിജയിക്കാൻ അനുയോജ്യമായതാണോ എന്നെല്ലാം നോക്കി പരിശോധിച്ച് ചെയ്യലാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അൽ കയ്യിസ് എന്ന് പറഞ്ഞാൽ, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ, മരണശേഷം ഉള്ള ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് നമുക്ക് കാണാം. കൂടുതൽ നന്നായി പഠിക്കുവാൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ നന്നായി അറിയണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്.